Hello dear students, Comex tutorial മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി Bcom BBA തേർഡ് സെമിസ്റ്ററിലെ കോമൺ പേപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളെയും സെക്കൻഡ് മൊഡ്യൂളെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഈ വീഡിയോയിൽ നമ്മൾ തേർഡ് മൊഡ്യൂൾ മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. തേർഡ് മൊഡ്യൂള് എന്ന ഈ മൊഡ്യൂള് ബിസിനസ് ഡാറ്റ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ എന്താണ് ബിസിനസ് അല്ലെങ്കിൽ എന്താണ് ഡാറ്റ അനാലിസിസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡാറ്റ യൂസിങ് അനലിറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിക്കൽ ടൂൾസ് ടു ഡിസ്കവർ യൂസ്ഫുൾ ഇൻഫോർമേഷൻ. അപ്പോൾ നല്ല യൂസ്ഫുൾ ഇൻഫോർമേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിക്കൽ ടൂൾസും അനലിറ്റിക്കൽ ടൂൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ വിലയിരുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രൊഡിക്റ്റീവ് അനാലിസിസ്, പെർസ്പെക്റ്റീവ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ള ഒരു 4-5 ടൈപ്പ് അനാലിസിസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡാറ്റ എന്താണെന്ന് പഠിക്കുക. അതേപോലെ ഡാറ്റ പഠിക്കുന്നതിൻ്റെ കൂടെ ഇൻഫോർമേഷനും പഠിക്കുക. അപ്പോൾ ഡാറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണ്, ഡാറ്റ അനാലിസിസ് അതിൻ്റെ ടൈപ്സ്. ഓക്കെ. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഡാറ്റ മൈനിങ്. ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു ഡാറ്റയെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ മൈനിങ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. പിന്നെ ഈ സ്ട്രക്ചേർഡ് ഡാറ്റയും അൺസ്ട്രക്ചേർഡ് ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിക്കുക. സ്ട്രക്ചേർഡ് ഡാറ്റ ആകുമ്പോൾ അത് കറക്റ്റ് ഓർഡറിലുണ്ടാകും, അൺസ്ട്രക്ചേർഡ് ആകുമ്പോൾ ഓർഡറിൽ ഉണ്ടാവില്ല. ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് പഠിക്കാം. ഓക്കെ. പിന്നെ അടുത്ത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. എന്താണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി? ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡ് കൺസെപ്റ്റാണ്. ഒരു ഡാറ്റയുടെ ലൈഫ് സൈക്കിളിൽ അതിൻ്റെ ആക്യുറസി, കംപ്ലീറ്റ്നെസ്, റിലയബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെ ഉറപ്പ് വരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഈസ് എ ബ്രോഡർ കൺസെപ്റ്റ് ദാറ്റ് കമ്പൈൻസ് ഡാറ്റ ക്വാളിറ്റി, ഡാറ്റ ഗവേണൻസ്, ഡാറ്റ പ്രൊട്ടക്ഷൻ മെക്കാനിസം തുടങ്ങിയവയൊക്കെയാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റിയിൽ പെടുന്നത്. പിന്നെ എന്താണ് ബിഗ് ഡാറ്റ അനാലിസിസ്? അടുത്തൊരു ടോപ്പിക്കാണ് ബിഗ് ഡാറ്റ അനാലിസിസ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ മാനേജറൽ ഡിസിഷൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് പാറ്റേണോ കോറിലേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് തുടങ്ങിയിട്ടുള്ള ഹിഡൻ ആയിട്ട് കിടക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻസിനെ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ഡാറ്റ അനാലിസിസിൽ ടൈപ്പ് ഓഫ് ബിഗ് ഡാറ്റ ഉണ്ട്, സ്ട്രക്ചേർഡ് ഡാറ്റയുണ്ട്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ. പിന്നെ അതിൽ നമ്മൾ ഈ ബിഗ് ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളതാണ് ഇത് 4 ഡയമെൻഷൻസ് ഓഫ് ബിഗ് ഡാറ്റ. ഏതൊക്കെയാണ് ഈ ബിഗ് ഡാറ്റയുടെ 4 ഡയമെൻഷൻസ്? അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഈ 4 ഡയമെൻഷൻസിൽ വരുന്നതാണ് 4V എന്നാണ് പറയുക, 4 Vs. അപ്പോൾ 4V എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ വോളിയം, വെറൈറ്റി, പിന്നെ വെറാസിറ്റി ആൻഡ് വെലോസിറ്റി. ഓക്കെ. അപ്പോൾ ഈ 4 Vs എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ ആ പോയിൻ്റ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? അപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ റോബോട്ട് ഒക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ദ എബിലിറ്റി ഓഫ് മെഷീൻ. അതൊരു മെഷീൻ്റെ എബിലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ എബിലിറ്റിയാണ് എന്ത്, ടു പെർഫോം ദോസ് ടാസ്ക് വിച്ച് നീഡ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. അപ്പോൾ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു മെഷീനോ പെർഫോം ചെയ്യുന്നത് ഉണ്ട് എങ്കിൽ ആ ഒരു എബിലിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോബോട്ടൊക്കെ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്, ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു എക്സാമ്പിളാണിത് ഈ ഗൂഗിൾ അസിസ്റ്റൻസ്. ഗൂഗിൾ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അത് ചെയ്യും. നമ്മളിപ്പോൾ ഒരു കോൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻസ് എന്ത് ചെയ്യും, കോൾ ചെയ്യും അല്ലേ. അപ്പോൾ അത് നമ്മളുടെ ഇതിനനുസരിച്ച് നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഒരു മെഷീനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇൻ്റലിജൻ്റ് ഏജൻറ്റിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ. ഇനി 4th മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4th മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ സോഷ്യോ സൈബർ ഇൻഫോർമാറ്റിക്സ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ സോഷ്യൽ എത്തിക്സും അതേപോലെ ഈ സൈബർ ക്രൈമും
ഈ IT ആക്റ്റൊക്കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് IT. എന്തൊക്കെയാണ് ഇൻഫോർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്? അപ്പോൾ അതിലൊരു 8-10 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് പ്രോബ്ലം, സെക്യൂരിറ്റി ഓഫ് ഇൻഫോർമേഷൻ, പിന്നെ അക്കൗണ്ടബിലിറ്റി, പിന്നെ ഇൻ്റർനെറ്റ് ആൻഡ് പ്രൈവസി, ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് IT ആണ്. നമുക്കറിയാം, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല, പ്രൈവസി ഉണ്ടാവില്ല, നമ്മുടെ പ്രൈവസിയൊക്കെ നഷ്ടപ്പെടും അല്ലേ. എപ്പോഴാണ് ഏത് ഡാറ്റയും ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ്, ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, അതെന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ ഡിവൈഡ്. എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡുമായിട്ട് ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അതേപോലെ ഈ ഡിജിറ്റൽ ഈ ഇൻ്റർനെറ്റൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും, ആക്സസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. അവരുടെ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിജിറ്റൽ ഡിവൈഡിനെ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവാനുള്ള ചില കാരണങ്ങൾ, അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതിൽ വരുന്നതാണ് ജെൻഡർ, ഫിസിക്കൽ ഡിസബിലിറ്റി, ഫിസിക്കൽ ആക്സസ്, ലാക്ക് ഓഫ് ICT സ്കില്ല്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ്, മെനി പീപ്പിൾസ് ത്രൂ ഔട്ട് ദി ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ്, ഓരോരുത്തരുടെ ഏജ്, നമ്മൾ യങ് ജനറേഷനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. അത് അവർ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർ കൂടുതലും ടെക്നോളജിയുമായിട്ട് മിങ്കിളായതുകൊണ്ട് അവർക്കത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റും, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പഴയ ആൾക്കാർ ചിലപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാകാം, അപ്പോൾ അവർക്കത് ഫെമിലിയർ ആവില്ല. പിന്നെ ഫാമിലി സ്ട്രക്ചേഴ്സ്, മോട്ടിവേഷൻസ് തുടങ്ങിയൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഡിജിറ്റൽ ഡിവൈഡ് എന്ന ടോപ്പിക്കിൽ വരുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, പിന്നെ വരുന്നതാണ് IT ഇൻഡസ്ട്രി ത്രെട്ട്. എന്തൊക്കെയാണ് IT ഇൻഡസ്ട്രിയിലെ ത്രെട്ട്? അതിൽ വരുന്നതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അപ്പോൾ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ പഠിക്കുക നിർബന്ധമായിട്ടും. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സ്പാം, കുക്കീസ്, അഡ്വെയർ, പിന്നെ സ്പൈവെയർ, മാൽവെയർ, ഇൻ്റർനെറ്റ് ഹാക്സ്, ഹാക്കിങ്, ഇതൊക്കെ എന്തിൽ വരുന്ന ഇതാണ്. അതേപോലെ ട്രോജൻ ഹോഴ്സ്, ഇതൊക്കെ IT ഇൻഡസ്ട്രിയിലെ ത്രെട്ടാണ്. അപ്പോൾ ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ് ഹാക്കേഴ്സ്? എന്താണ് ഹാക്കിങ്? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റയെ എന്ത് ചെയ്യുന്ന, ആക്സസ് ചെയ്യുന്ന, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് അൺഓതറൈസ്ഡ് ഡാറ്റ ആക്സസ് ചെയ്യുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാക്കിംഗ് ഉണ്ട്. വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. പിന്നെ വരുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടർ ത്രെട്ട്. കമ്പ്യൂട്ടറിൽ ഉണ്ടാവുന്ന ത്രെട്ട് ഏതൊക്കെയാണ്? ഒന്ന് കമ്പ്യൂട്ടർ വൈറസ്, വോംസ്, ലോജിക്കൽ ബോംബ്, വെബ് ജാക്കിങ്, ഇമെയിൽ ബോംബിങ്, സലാമി അറ്റാക്ക്, ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്, ഇതൊക്കെ എന്താണ്, ഈ കമ്പ്യൂട്ടർ ത്രെട്ടാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈബർ ക്രൈം, സൈബർ ക്രിമിനൽ, സൈബർ ക്രൈമിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈം ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് നേരത്തെ, ഹാക്കിങ്, അതേപോലെ ഫിഷിങ്, സൈബർ സ്റ്റാക്കിങ്, സ്പാം, സോഫ്റ്റ്വെയർ പൈറസി, സൈബർ പോണോഗ്രഫി, അതൊക്കെ എന്തിൽ പെട്ടതാണ്? ഈ സൈബർ ക്രൈമിൽ പെട്ടതാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, പിന്നെ IT ആക്ട് 2000, എന്തിനാണ് IT ആക്ട് വന്നിട്ടുള്ളത്, എന്നാണ് നിലവിൽ വന്നത്, IT ആക്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോവാം. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എൻവിറോൺമെൻറ്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു ചലഞ്ചാണിത്, വേസ്റ്റ്. അപ്പോൾ എന്താണ് വേസ്റ്റ് എന്നുള്ളത് നോക്കാം. അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺയൂസബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊഡക്റ്റ്, ഇലക്ട്രോണിക് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ, പിന്നെ ടെലിവിഷൻ, DVD പ്ലെയർ തുടങ്ങിയ നമ്മൾ യൂസ് ചെയ്യാത്ത അവിടെ കിടക്കുന്നത് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ എന്തൊക്കെയാണ്, എൻവിറോൺമെൻറ്റ് വരുന്ന ഇമ്പാക്റ്റ് എന്താണ്, എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, എയർ പൊല്യൂഷനും അതൊക്കെ ഉണ്ടാകും. അതേപോലെ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കാം. പിന്നെ എങ്ങനെയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുക, മാനേജ്മെൻറ്റ് ഓഫ് വേസ്റ്റ്, അതെങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, ഇതൊക്കെ കറൻറ്റായിട്ട് റെലവൻ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിങ്? എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്? നമ്മുടെ ഈ എൻവിറോൺമെൻറ്റിന് ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ
അല്ലെങ്കിൽ മിനിമം ഇമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും നെറ്റ്വർക്കിനെയും കമ്പ്യൂട്ടറിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് നമ്മളോട് ചോദിക്കും, ഗ്രീൻ കമ്പ്യൂട്ടിങ്. അപ്പോൾ അതുപോലെ ഈ 4ാമത്തെ മൊഡ്യൂൾ അധികം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. കറൻ്റായിട്ടും റെലവൻ്റായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ടോപ്പിക്കുകൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഈ 4th മൊഡ്യൂളുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇ ഗവേണൻസ്? ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും അല്ലേ. നമ്മളിപ്പോൾ അക്ഷയയിലൊക്കെ പോയിട്ട് ഒരുപാട് ഫോമും ആപ്ലിക്കേഷൻസും അതേപോലെ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിറ്റിസണിന് അതേപോലെ ബിസിനസ് എൻ്റർപ്രൈസസിന് ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ലേണിംഗ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് ഇത് ഇ ഗവേണൻസ് എന്നുള്ളത്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ICT ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ് പല തലങ്ങളിലും അതെന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അത് സിറ്റിസണിനും ബിസിനസ് എൻ്റർപ്രൈസസിനൊക്കെ എന്ത് ചെയ്യാനാണ്, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഇതിനെയാണ് നമ്മൾ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ് എന്താണ് അല്ലേ? നമ്മളിങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഈ ട്രാൻസ്പെറൻസിയാണ്, കോസ്റ്റ് റിഡക്ഷനാണ്, ടൈം സേവിങ് ആണ്. അതൊക്കെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് നിങ്ങൾ പഠിക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ്, G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു സിറ്റിസൺ, ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. അപ്പോൾ അത് G2C, G2G, G2B, G2E അങ്ങനെയാണ് വരിക. കാരണം ഗവൺമെൻറ് ടു മറ്റുള്ള ആൾക്കാരാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഏതൊക്കെയാണ് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. അതിൽ ഇന്ത്യയിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ്, ഭൂമി, ഇ സേവ, കാർഡ്, ഗ്യാൻദൂത്, പിന്നെ അക്ഷയ, ദൃഷ്ടി, വിദ്യാവാഹിനി, അങ്ങനെ ഒരുപാട് ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യയിലുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ അതിലൂടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അക്ഷയ വഴിയല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതേപോലെ ഈ ഡിജിറ്റൽ മാർക്കറ്റിലെ 4Ps, പ്രൊഡക്റ്റ്, പ്രൈസ്, അതേപോലെ പ്ലേസ്, പ്രൊമോഷൻ. നമ്മൾ ആ 4P തന്നെയാണ് മാർക്കറ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ള 4P തന്നെയാണ് ഇവിടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് 4Ps. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ്, നീഡ്സ്, അഡ്വാൻറ്റേജസ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പെട്ടതാണ്. ഒരുപാട് ആൾക്കാർക്ക് അറ്റ് എ ടൈമിൽ അത് വേൾഡ് വൈഡിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഏത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന എസ്സേ ക്വസ്റ്റ്യനാണ് ഏത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽസ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽ നിർബന്ധമായിട്ടും പഠിക്കാൻ വിടരുത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമർ, കൺസ്യൂമർ ടു കൺസ്യൂമർ, ബിസിനസ് ടു ഗവൺമെൻറ്, ബിസിനസ് ടു എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അതൊക്കെ അറിയുന്ന തന്നെയാണ്. ബിസിനസ് ടു ബിസിനസ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ബിസിനസ് ടു കൺസ്യൂമർ, ബിസിനസ്സും കൺസ്യൂമറും തമ്മിലുള്ള ഇത് എന്തൊക്കെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ബുക്കിലുണ്ടാകും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ മൊഡ്യൂൾ 5 നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ മൊഡ്യൂൾ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കുക. അപ്പോൾ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് മാസ്സാക്കാൻ പറ്റും, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ, ഒരു സബ്ജക്റ്റും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ സബ്ജക്റ്റ്.